നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മെസ്സിയെ സംസ്ഥാനത്തെത്തിക്കാനെന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ നീക്കം. മുൻ മന്ത്രി അബ്ദുറഹ്മാന്റെ ന്യായീകരണം തള്ളി കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമഗ്ര അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. FCRA ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട് ലോക്സഭ. ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം വെച്ച് പ്രതിപക്ഷം. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ ബഹളം. ഒളിച്ചോടിയിട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ മറുപടി നൽകാൻ തയ്യാറെന്നും അമിത്ഷാ. കേരള ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളെന്ന നിർമ്മല സീതാരാമന്റെ പരാമർശത്തിലും ബ്രിട്ടാസിനെതിരായ ലുങ്കി പരാമർശത്തിലും രാജ്യസഭയിൽ ഇടത് MP-മാരുടെ പ്രതിഷേധം. അംഗങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ചെയർമാൻ CP രാധാകൃഷ്ണൻ. ജമ്മുകശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതക കേസുകളിൽ അന്വേഷണം ശക്തമാക്കി ഏജൻസികൾ. സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധന നടത്തി. നടപടി കശ്മീരി പണ്ഡിറ്റും എഴുത്തുകാരനുമായ സർവാനന്ദ കൗൾ പ്രേമിയുടെയും മകന്റെയും കൊലപാതക കേസിൽ. ഭീഷണി കത്ത് പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കശ്മീരി പണ്ഡിറ്റുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടന്നത് കോടികളുടെ ക്രമക്കേടെന്ന കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ നീക്കം. മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാൻ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാകുന്ന റിപ്പോർട്ടിൽ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിക്കും. ഉന്നത അന്വേഷണം നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ലയണൽ മെസ്സിയെയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെയും ഉയർത്തിക്കാട്ടി കോടികളുടെ ക്രമക്കേട് നടന്നു എന്നാണ് കായിക വകുപ്പ് സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത്യന്തം ഗുരുതരമായ കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ നീക്കം. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നടന്നതിനാൽ ദേശീയ ഏജൻസികൾക്ക് അന്വേഷണം വിടണമെന്നാണ് കായിക സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉന്നതതല അന്വേഷണം നടത്തിയ ശേഷം കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് മറ്റ് ഏജൻസികൾക്ക് വിടാമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 126 കോടി രൂപ വിദേശത്തേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ കരാറോ ഔദ്യോഗിക സമ്മതപത്രമോ ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ സ്പോൺസർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അന്നത്തെ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ദുരുപയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഴിവിട്ട നീക്കങ്ങൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ഒത്താശ ചെയ്തു നൽകിയെന്നും കണ്ടെത്തലുണ്ട്. അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് യാത്ര നടത്തിയതിലെ ദുരൂഹത കണ്ടെത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയതും വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കും. ഉന്നതതല അന്വേഷണം നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സി വിവാദത്തിൽ സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ടതായി കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. സർക്കാരിന് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന മുൻ കായിക മന്ത്രിയുടെ വാദത്തിൽ കാര്യമില്ല. സർക്കാരിന് സാമ്പത്തിക ബാധ്യത മാത്രമല്ല, നിയമപരമായും ഭരണഘടനാപരമായും ചില ബാധ്യതകളുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു. മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞവർ നിലവിലെ വിവാദങ്ങൾ കേട്ടോ എന്നും ഒ.ജെ. ജനീഷ് ചോദിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ വാദം സർക്കാരിന് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാദം. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായോ സാമ്പത്തിക ലാഭമുണ്ടായോ എന്നുള്ളതല്ല, സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവൻ്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതേസമയം ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാർ വേണ്ടെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു.
മന്ത്രിക്ക് സ്പെയിനിൽ പോകുന്നതിന് കരാറൊന്നും ആവശ്യമില്ല. കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. അതേ കരാർ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റുമായിട്ടല്ലല്ലോ ഇത്തരം നടപടികൾ. അതെല്ലാം മന്ത്രി തന്നെ പറയുമല്ലോ. മന്ത്രി തന്നെ കാര്യങ്ങൾ അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ നാട്ടിലാകെ ഇങ്ങനെ വല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്നിരിക്കട്ടെ, ഒന്ന് ഇങ്ങോട്ട്. മെസ്സിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. FCRA ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട് ലോക്സഭ. ബില്ല് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് തടസ്സപ്പെടുത്തി. താൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ മറുപടി നൽകാൻ തയ്യാറാണെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം അമിത്ഷാ മറുപടി നൽകാമെന്ന് അറിയിച്ചിട്ടും സഭ തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. 11 മണിക്ക് ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ എംപിമാർ മുദ്രാവാക്യം വിളിച്ച് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി. തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി. എന്നാൽ ബില്ല് പിൻവലിക്കണമെന്നായിരുന്നു KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം. ബില്ലിൽ ന്യൂനപക്ഷ വിരുദ്ധതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് ബില്ല് JPCക്ക് വിട്ടതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പതിവായി പാർലമെന്റിൽ വരുന്ന താൻ ഒളിച്ചോടിയെന്ന മുദ്രാവാക്യം വിളിക്കുന്നതിൽ അർത്ഥമില്ലെന്നും എല്ലാ ദിവസവും പ്രതിപക്ഷം ബഹളം വെച്ച് സഭ തടസ്സപ്പെടുത്തുമ്പോൾ എന്തു ചെയ്യാനാകുമെന്നും അമിത്ഷാ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ തയ്യാറാണ്. ഇന്ന് 3 മണി മുതൽ നാളെ 3 മണി വരെ സഭയ്ക്കകത്ത് ചർച്ചയിൽ താൻ ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. चूंकि संसद भवन के अंदर विपक्ष संसद को चलने ही नहीं दे रहा है दोनों गृहों में, तो कोई जाकर क्या करेगा? അമിത്ഷായുടെ പ്രസംഗമല്ല, വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ഉത്തരവിട്ടത് ആരാണെന്ന മറുപടിയാണ് പ്രതിപക്ഷത്തിന് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. Did Mr. Amit Shah give this order to shoot our children or did he not? If he did, he should resign because he is culpable. And if he did not, he should resign. പോലീസ് നടപടി ഉൾപ്പെടെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ മറുപടി നൽകാമെന്ന് അറിയിച്ചിട്ടും ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം തുടർന്നു. ബഹളം നിർത്തിയാൽ ഈ നിമിഷം മുതൽ ചർച്ച ആരംഭിക്കാമെന്ന് നിരവധി തവണ ചെയർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ അവസാനിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കമ്മ്യൂണിസ്റ്റുകാർ ഭീരുക്കളാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജോൺ ബ്രിട്ടാസിനെതിരെ നടത്തിയ പരാമർശത്തിലും ജോൺ ബ്രിട്ടാസിനെതിരെ സുഷ്മിതാ ദേവ് നടത്തിയ ലുങ്കിവാല പരാമർശത്തിലും രാജ്യസഭയിൽ ഇന്നും ബഹളം. അംഗങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. അംഗങ്ങളെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് ചെയർമാൻ CP രാധാകൃഷ്ണൻ വ്യക്തമാക്കി. മുണ്ടെടുത്തുവന്ന കേരളത്തിലെ MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. ബില്ല് ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. കേരളത്തിലും ഈ ഭൂലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മുഴുവൻ മലയാളികളുടെയും ഒരു എളിയ പ്രതിനിധിയായി ഞാൻ അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തെ കേരളമാകുന്ന ഈ ചരിത്ര മുഹൂർത്തത്തെ, ഈ ബില്ലിനെ ഞാൻ പിന്താങ്ങുന്നു. സർ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. സർ, മഹാകവി വള്ളത്തോളിന്റെ വരികളാണ് സർ. തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ, ഞരമ്പുകളിൽ ചോര തിളയ്ക്കും സർ.
അനീതി കണ്ടാൽ ചോര തിളയ്ക്കും സർ. അതിക്രമങ്ങൾ കണ്ടാൽ ചോര തിളയ്ക്കും സർ. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചാൽ ചോര തിളയ്ക്കും സർ. ഞങ്ങളുടെ ഭാവി തലമുറയെ അവരുടെ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ചോര തിളയ്ക്കും സർ. സർ, Sir, I am speaking about the great poet Vallathol, his emotions. I am trying to speak about the great poet emotions. Speak on the topic, please. Yes, please. ആ ചോര തിളയ്ക്കുന്നത് സർ ഓരോരുത്തരും. ഗണേഷ് കുമാറിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഗണേഷിന് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള നിരാശയെന്നും സ്വന്തം അച്ഛനെതിരെ പോലും പറഞ്ഞിട്ടുള്ള ആളാണ് ഗണേഷ് എന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിടേണ്ടി വന്നാൽ വൈകുന്നേരമല്ല രാത്രിയിലായാലും അത് ചെയ്യും. NSSൽ ജനാധിപത്യപരമായ എല്ലാ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഗണേഷ് കേസ് കൊടുക്കട്ടെ എന്നും താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും മാറ്റി പറഞ്ഞിട്ടില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അങ്ങനെ കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അല്ല. അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപര ആക്ഷേപങ്ങൾ പറഞ്ഞു ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും. അന്താരാഷ്ട്ര യുവജന ദിനമായി ഇന്ന് യുവജനങ്ങൾക്കായി സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുവത്വം രാജ്യത്തിന്റെ ഭാവി മാത്രമല്ല, വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തി കൂടിയാണ്. ആരാധിക്കുന്ന ആരുടെയെങ്കിലും പുസ്തകം വായിക്കണമെന്നും പ്രധാനമന്ത്രി യുവജനങ്ങളോട് ഉപദേശിച്ചു. അതേസമയം സ്വാതന്ത്ര്യദിനത്തിൽ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ജൻസികളോട് സംവദിക്കും. നാഗ്പൂരിൽ സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനിടെയായിരിക്കും സംവാദം. ഭാരതത്തിന്റെ ഭാവിയും യുവാക്കളുടെ സംഭാവനയും എന്ന വിഷയത്തിലായിരിക്കും സംവാദം. ജമ്മു കശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതക കേസുകളിൽ അന്വേഷണം ശക്തമാക്കി ഏജൻസികൾ. സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. 1990 കശ്മീരി പണ്ഡിറ്റും എഴുത്തുകാരനുമായ സർവാനന്ദ കൗൾ പ്രേമിയുടെയും മകന്റെയും കൊലപാതക കേസിലാണ് നടപടി. ഭീഷണിക്കത്ത് പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കശ്മീരി പണ്ഡിറ്റുകളോട് ജാഗ്രത പാലിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. 1990കളിൽ ജമ്മു കശ്മീരിൽ നടന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതക കേസുകളിൽ സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ നടപടികൾ ശക്തമാക്കി. നേരത്തെ രജിസ്റ്റർ ചെയ്ത FIRകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ന് 9 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. കശ്മീരി പണ്ഡിറ്റും എഴുത്തുകാരനുമായ സർവാനന്ദ കൗൾ പ്രേമിയുടെയും മകൻ വീരേന്ദ്ര കൗളിന്റെയും കൊലപാതക കേസിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. അനന്ത്നാഗിലെ കൊക്കേർനാഗിൽ ഒരു മരത്തിൽ തൂങ്ങി നിന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹം കണ്ടത്. ദുരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് SIA ഏറ്റെടുത്ത് പുനരന്വേഷണം നടത്തുകയാണ്. അതേസമയം നിലവിൽ കശ്മീർ താഴ്വരയിൽ ജോലി ചെയ്യുന്ന കശ്മീരി പണ്ഡിറ്റുകളോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. ലഷ്കർ-ഇ തോയ്ബയുടെ നിഴൽ സംഘടന പ്രചരിപ്പിച്ച ഭീഷണിക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. യുണൈറ്റഡ് ലിബറേഷൻ കൗൺസിൽ എന്ന പേരിലുള്ള സംഘടനയാണ് ഭീഷണിക്കത്ത് ഓൺലൈനിൽ പ്രചരിപ്പിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതായി ജമ്മുകശ്മീർ സർക്കാർ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിന് PV സ്വാമി മെമ്മോറിയൽ മാനേജിംഗ് ട്രസ്റ്റി PV ചന്ദ്രനാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. MV ശ്രേയാംസ് കുമാർ, ഡോക്ടർ CK രാമചന്ദ്രൻ, സത്യനന്ദിക്കാട് എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 1 കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിക്കും. എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ലഹരി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ നടപടി കടുപ്പിച്ച് വ്യോമയാന മന്ത്രാലയം. ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാരിൽ ലഹരി പരിശോധന നിർബന്ധമാക്കണമെന്നും വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുണ്ടാകും. എയർ ഇന്ത്യ CEOയെ വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു.
എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശത്ത് വെച്ച് 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിന്റെ 2ാം ലഹരി പരിശോധനയും പോസിറ്റീവായതോടെ കടുത്ത നടപടികൾ ആരംഭിച്ചു വ്യോമയാന മന്ത്രാലയം. നിലവിലുള്ള ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാർക്ക് ലഹരി പരിശോധന കർശനമാക്കണമെന്നും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചതായാണ് പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. എയർ ഇന്ത്യ സിഇഒയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം ആകാശച്ചുഴി തന്നെയാണോ എന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചു വരികയാണ്. അന്വേഷണ സംഘം നൽകുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുണ്ടാകും. അന്വേഷണത്തിന് സഹായിക്കാൻ എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘം ഡൽഹിയിലെത്തി. ഫ്രഞ്ച് വിമാന അപകട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമാകും. ഓഗസ്റ്റ് 4 ഫുക്കറ്റിൽ നിന്ന് 137 യാത്രക്കാരും 8 ജീവനക്കാരുമായി ഡൽഹിയിലേക്ക് പറന്ന വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോഴിക്കോട് യുവാവിനെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പ്രതികളുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തു. ഒളിവിൽ പോയ പ്രതികളുടെ മൊബൈൽ നമ്പറും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് കോഴിക്കോട് മൈത്ര ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ബഹളം വെച്ച യുവാക്കളെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച ശ്രീലേഷിനെ ഇരുമ്പുവടിയും കല്ലും ഉപയോഗിച്ച് മർദ്ദിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം വടവാതൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ചില്ല് യുവാക്കൾ കല്ലെറിഞ്ഞ് തകർത്തു. ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ് ഹോൺ അടിച്ചതിൽ പ്രകോപിതരായാണ് യുവാക്കൾ ബസിന്റെ പിന്നാലെ എത്തി കല്ലെറിഞ്ഞതെന്നാണ് പരാതി. ഇന്നലെ വൈകുന്നേരം KK റോഡിൽ കോട്ടയം വടവാതൂർ ജംഗ്ഷനിലാണ് സംഭവം. 2 യുവാക്കളാണ് ബൈക്കിലുണ്ടായിരുന്നത്. ഇവരിൽ ഒരാളെ മണർക്കാട് പോലീസ് പിടികൂടി. വടവാതൂർ സ്വദേശി അനന്തൻ V പുരുഷോത്തമൻ എന്ന 22-കാരനാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളിക്കായി അന്വേഷണം നടന്നുവരികയാണ്. ബാംസുരിയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ രാമായണശ്രീ പുരസ്കാരം യുവ ആത്മീയ പ്രഭാഷകനും MBBS വിദ്യാർത്ഥിയുമായ K രാഹുലിന് സമ്മാനിച്ചു. പത്തനംതിട്ട കല്ലറക്കടവ് ശാന്താനന്ദ മഠം ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്വാമിനി ദേവി ജ്ഞാനാഭ നിഷ്ഠാനന്ദ ഗിരിയിൽ നിന്നാണ് രാഹുൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും സനാതന ധർമ്മ പാരമ്പര്യത്തിൻ്റെയും മഹത്വം സമൂഹത്തിന് പകർന്നു നൽകുന്നതിൽ ശ്രീ രാഹുൽ വഹിച്ച ഉത്തമമായ പങ്കിനെ ആദരിച്ചുകൊണ്ട് ബാംസുരിയുടെ 5ാമത് രാമായണശ്രീ പുരസ്കാരവും കീർത്തിപത്രവും പൂജനീയ സ്വാമിനി ദേവി ജ്ഞാനാഭ നിഷ്ഠാനന്ദഗിരിയുടെ കരങ്ങളാൽ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. രാമായണത്തിന്റെ പ്രസക്തി സാധാരണക്കാരിലേക്കും പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്കും എത്തിക്കുന്നതിൽ നൽകിയ വേറിട്ട സംഭാവനകൾ മാനിച്ചാണ് യുവ ആത്മീയ പ്രഭാഷകനും MBBS വിദ്യാർത്ഥിയുമായ രാഹുലിനെ ഈ വർഷത്തെ രാമായണശ്രീ പുരസ്കാരത്തിനായി ബാംസുരി അന്തർദേശീയ ആധ്യാത്മിക കൂട്ടായ്മ തിരഞ്ഞെടുത്തത്. പത്തനംതിട്ട കല്ലറക്കടവിലുള്ള ശാന്താനന്ദ മഠം ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ചായിരുന്നു പുരസ്കാര സമർപ്പണ ചടങ്ങ് നടത്തിയത്. ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ചടങ്ങിൽ നളിനി നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും പുരസ്കാര ജേതാവായ രാഹുലിന് ഉപഹാരം കൈമാറുകയും ചെയ്തു. രാമായണം ഒരു ഇതിഹാസമാണ്. ഇതിഹാസം എന്ന പദത്തിന്റെ അർത്ഥം ഏവർക്കും അറിയാമായിരിക്കും. ഇതിഹ ആസ്തെ അസ്മിൻ ഇതി ഇതിഹാസഃ. ഇതിഹ എന്ന പദത്തിന്റെ അർത്ഥം മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, സനാതന ദാർശനിക മൂല്യങ്ങൾ എന്നർത്ഥം. രാമായണത്തില് സനാതന സത്യ ധർമ്മ മൂല്യങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ആ മൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയാണ് ആദ്യ കവിയായ വാത്മീകി മഹർഷി മാനവരാശിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ രാമായണം നൽകിയത്. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അധ്യാത്മരാമായണത്തിന്റെ പ്രചുരപ്രചാരത്തിന് മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് ബാംസുരിയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പുരസ്കാരം നൽകി വരുന്നത്. നമ്മുടെ മുൻ തലമുറകളെ ആദ്യം നമസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ പദ്ധതികളുടെയും പിന്നാലെ ഓടിക്കോളും. എന്ത് റോക്കറ്റ് സയൻസിൻ്റെ പിന്നാലെ വേണമെങ്കിൽ ഓടിക്കോളും, എന്ത് വലിയ വലിയ കാര്യങ്ങളുടെ പിന്നാലെയും വേണമെങ്കിൽ ഓടിക്കോളും. പക്ഷെ ആദ്യം എന്ത് ചെയ്യുക? മുൻ തലമുറകളെ നമസ്കരിക്കുക. അത് നമസ്കരിക്കാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയും. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്തവൻ നാട്ടുകാർക്ക് മുഴുവൻ അന്നദാനം നടത്തിയിട്ടും ഒരു പുണ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നിർത്തുകയാണ്.
ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ. വീട്ടിൽ ആദ്യം അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്തവൻ നാട് മുഴുവൻ നടന്ന് അന്നദാനം നടത്തി കഴിഞ്ഞാലും പുണ്യം കിട്ടുന്നു വിചാരിക്കരുത്. ചടങ്ങിൽ എസ് സുരേഷ്, ഒ എൻ ഹരീഷൻ, ശ്രീജ സുരേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എസ് അരവിന്ദാക്ഷൻ, ഷീല നാരായണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, പത്തനംതിട്ട. കർക്കിടക വാവു ബലിയായി ഇന്ന് പിതൃതർപ്പണത്തിനായി ആയിരക്കണക്കിന് ആളുകൾ ആലുവ മണപ്പുറത്തെത്തി. പുലർച്ചെ 2 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണം വൈകിട്ട് 3 മണി വരെ നീളും. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ഓം പവിത്രം പാപനാശനം ആയുസ്തേജോ ബലം സൗഖ്യം മമ പിതൃ അമാവാസി. പിതൃമോക്ഷ കർമ്മങ്ങൾക്കായി പുലർച്ചെ മുതൽ ആലുവ പെരിയാർ തീരത്തേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരുന്നു. 40 താൽക്കാലിക ബലിത്തറകളിലാണ് ചടങ്ങുകൾ നടന്നത്. പിതൃക്കൾക്കായുള്ള പ്രാർത്ഥനകളോടെ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നായി ആലുവയിലെത്തി. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണിയോടെ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പിതൃപൂജ, കൂട്ടനമസ്കാരം, സായുജ്യ പൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. 2 ദിവസമായി മഴ മാറി നിന്നതും ഭക്തർക്ക് ആശ്വാസമായി. എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. പ്രതീക്ഷിച്ചതല്ല ഈ മഴയും വെള്ളപ്പൊക്കമൊക്കെ, പക്ഷേ എല്ലാം ഭംഗിയായി. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായി കിട്ടി. എല്ലാ തവണ എല്ലാ വർഷവും വരാറുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. കോട്ടയം ജില്ലയിൽ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം, പെരുന്നക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വെന്നിമല ശ്രീ രാമലക്ഷ്മണ ക്ഷേത്രം, വേദഗിരി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, പുന്നത്തുറ ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം, പാല ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ആയിരങ്ങൾ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി. ഇടുക്കി അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഇടുക്കി ജലസംഭരണിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചതെന്ന് കരുതുന്ന പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മധ്യ കേരളത്തിൽ പൊതുവിൽ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ ബലിതർപ്പണ ചടങ്ങുകൾ സുഗമമായി നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. കർക്കിടക വാവു ദിനത്തിൽ പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിലും കൊല്ലത്ത് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പത്തനംതിട്ടയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ വിവിധ പുണ്യസ്നാന ഘട്ടങ്ങളിലും ബലിതർപ്പണം നടന്നു. പിതൃമോക്ഷം തേടി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. തെക്കൻ ജില്ലകളിൽ പ്രധാന ക്ഷേത്രങ്ങളിലും പുണ്യസ്നാന ഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തെക്കൻ ജില്ലകളിലെ പ്രധാന ക്ഷേത്രമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് തലേദിവസം തന്നെ വിശ്വാസികൾ എത്തിയിരുന്നു. വർക്കല പാപനാശം കടപ്പുറത്തും വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു. മൈതാനം മുതൽ പാപനാശം വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ശംഖുമുഖം കടപ്പുറത്തും ബലിതർപ്പണം നടന്നു. കൊല്ലത്തും വിവിധ ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ നടന്നു. പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര കടവുകളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. പ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് വടക്കേ നടയിലെ ക്ഷേത്രക്കടവ്, മേൽശാന്തിക്കടവ്, സത്രക്കടവ് എന്നിവിടങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്രോപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അയിരൂർ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗർ, വള്ളിക്കോട്ട് തൃപ്പാറ മഹാദേവൻ ക്ഷേത്രം, പന്തളം മഹാദേവ ക്ഷേത്രം, കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്, പമ്പ ത്രിവേണി തുടങ്ങിയ വിവിധ ക്ഷേത്രക്കടവുകളിലും ചടങ്ങുകൾ നടന്നു. മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ നദികളുടെ ജലനിരപ്പ് ഉയർന്ന നിലയിലായതിനാൽ സംഘാടകരും പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങളും വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കർക്കിടക വാവിനോടനുബന്ധിച്ച് അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ ബലിതർപ്പണവും പ്രത്യേക പൂജയും നടന്നു. പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് അമ്മയുടെ മുതിർന്ന സന്യാസി ശിഷ്യൻ സ്വാമി തുര്യാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. ആശ്രമത്തിലെ പൂജകളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും വിദേശത്തു നിന്നുള്ളവരും പങ്കെടുത്തു. വിശ്വാസികൾക്ക് നേരിട്ട് പങ്കെടുക്കുന്നതിനൊപ്പം ഓൺലൈനായും പൂജയിൽ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. 15 ഭാഷകളിലായാണ് ഓൺലൈൻ പൂജ സംഘടിപ്പിച്ചത്. ഇന്ത്യക്കകത്തും വിദേശത്തുമായി നിരവധി പേരാണ് ഓൺലൈൻ പൂജയിൽ പങ്കാളികളായത്.
കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. മാതാ അമൃതാനന്ദമയി കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിവാസിന കൃതാനി ച താനി താനി വിനശ്യന്തി ബ്രഹ്മാണ്ടോദര വർത്തിനഃ. വലത്ത് കൈയുടെ നടുവരിൽ കൂടി ഒഴുക്കി തർപ്പണം ചെയ്യാം. ഋഷിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ ചെറുവരിലെ കൂടി തൃപ്യന്ത. ഓം യമായ നമഃ. ഓം യമായ നമഃ. രാമ രാമ ജയ സീതാരാമ. രാമായണ മാസത്തിലെ എല്ലാ ദിവസവും 2 രാമായണ ഗ്രന്ഥങ്ങൾ വീതം വായിച്ചു തീർത്താലും കൊല്ലം ചന്ദനത്തോപ്പ് ഗീതത്തിൽ മുരളി മോഹന്റെ വീട്ടിലെ രാമായണ ശേഖരം പിന്നെയും ബാക്കിയാകും. 1ഉം 2ഉമല്ല, രാമന്റെയും സീതയുടെയും കഥ പറയുന്ന 71 അപൂർവ ഗ്രന്ഥങ്ങളാണ് ഈ വീട്ടിലെ അമൂല്യ ശേഖരം. 101 വർഷം പഴക്കമുള്ള പുസ്തകം മുതൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് രാമായണം വരെ കൗതുകങ്ങളുടെ വലിയൊരു ലോകമാണ് ഇവിടെ. മുരളി മോഹന്റെ വീട്ടിലെത്തിയാൽ കാണുന്നത് പുസ്തകങ്ങളുടെ വലിയൊരു ലോകമാണ്. രാമായണ മാസത്തിലെ ഓരോ ദിവസവും 2 രാമായണ ഗ്രന്ഥങ്ങൾ വീതം വായിച്ചു തീർത്താലും ഈ ശേഖരം പൂർണ്ണമാകില്ല. കാരണം രാമന്റെയും സീതയുടെയും കഥ പറയുന്ന 71 ഗ്രന്ഥങ്ങളാണ് മുരളി മോഹന്റെ ശേഖരത്തിലുള്ളത്. 101 വർഷം മുൻപ് അച്ചടിച്ച പുസ്തകം മുതൽ രാമായണത്തിലെ 10 ഉജ്ജ്വല മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തി തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് രാമായണം വരെ ശേഖരത്തിലുണ്ട്. അധ്യാത്മ രാമായണം മുരളി മോഹന് പൂർണ്ണമായും മനഃപ്പാഠം. പിതാവ് കേശവനാചാര്യാണ് രാമായണം ചൊല്ലിപ്പഠിപ്പിച്ചത്. അച്ഛൻ നന്നായി രാമായണം വായിക്കും. അദ്ദേഹം സംസ്കൃത അധ്യാപകനായിരുന്നു, സംസ്കൃത MA-കാരനായിരുന്നു. അദ്ദേഹം നന്നായിട്ട് രാമായണം വായിക്കുകയാണ്. അദ്ദേഹം രാമായണം വായിക്കുന്ന കേട്ടോണ്ടാണ് എനിക്ക് രാമായണത്തോട് ഇഷ്ടം തോന്നിയത്. അപ്പോൾ എൻ്റെ ഇഷ്ടം കണ്ടുകൊണ്ട് അദ്ദേഹം എന്നെ രാമായണം പഠിപ്പിച്ചു കുട്ടിക്കാലം മുതൽ. അങ്ങനെ ഈ 2ാം ക്ലാസ്സിലെ വെക്കേഷൻ മുതൽ പ്രീഡിഗ്രി വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മുഴുവൻ വെക്കേഷൻ കാലം കൊണ്ട് രാമായണം മൊത്തം പഠിച്ചു തീർത്തു. അങ്ങനെ മുഴുവൻ രാമായണം എനിക്ക് കാണാപ്പാടമായത് അങ്ങനെയാണ്. 18ാം നൂറ്റാണ്ടിൽ അച്ചടിച്ച സുബ്രഹ്മണ്യ അക്ഷരമാലയും ശേഖരത്തിലെ അപൂർവ കാഴ്ചയാണ്. 1 ഇഞ്ച് നീളവും 3/4 ഇഞ്ച് വീതിയുമുള്ള ലോകത്തിലെ ചെറിയ പുസ്തകമെന്നറിയപ്പെടുന്ന പുസ്തകവും മുരളി മോഹന്റെ ശേഖരത്തിലുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന മുരളി മോഹൻ വിരമിച്ച ശേഷം വാസ്തുവിദ്യയിൽ PhD നേടി. പുസ്തകങ്ങളാണ് യഥാർത്ഥ ആരോഗ്യവും സമ്പത്തും എന്നാണ് മുരളി മോഹന്റെ വിശ്വാസം. പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നവർക്കും മുരളി മോഹന്റെ പക്കൽ മറുപടിയുണ്ട്. ഒരു 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു 65 വർഷം വായിച്ചു എന്നിരിക്കട്ടെ. ഈ ഒരു 7-8 വയസ്സ് മുതൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ജീവിതത്തിലാകെ 22,000 ദിവസങ്ങളാണ് വായിക്കാൻ കിട്ടുന്നത്. ഒരു ദിവസം 2 പുസ്തകം വെച്ച് വായിച്ചാൽ തന്നെ 44,000 പുസ്തകം വരെയൊക്കെ വായിക്കാൻ പറ്റും. പുസ്തകം കടമായി ചോദിച്ചാൽ പുസ്തകം സമ്മാനമായി നൽകാനാണ് മുരളി മോഹന് ഏറെ ഇഷ്ടം. അതിലൂടെ അറിവ് പങ്കുവെക്കുമ്പോഴാണ് അത് കൂടുതൽ വിലപ്പെട്ടതാകുന്നതെന്ന സന്ദേശം കൂടിയാണ് ഈ പുസ്തകപ്രേമി പകർന്നു നൽകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നാളെ കണ്ണൂരിലും കാസർഗോഡുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി കോസ്റ്റ് ഗാർഡ്. 2 ഹെലികോപ്റ്ററുകളാണ് ഇന്ന് കടലിൽ തെരച്ചിൽ നടത്തിയത്. അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ ഹെലിപ്പാഡിൽ ഇന്ധനം നിറച്ച ശേഷമാണ് ഹെലികോപ്റ്റർ വീണ്ടും തെരച്ചിലിനായി പറന്നത്. ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 13ാം ദിവസവും തുടരുകയാണ്. LDF യോഗം ഈ മാസം 17-ന് ചേരാൻ തീരുമാനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPM-CPI തർക്കത്തെ തുടർന്നാണ് മുന്നണി യോഗം ചേരാതിരുന്നത്. സർക്കാരിനെതിരായ സമരപരിപാടികൾ ആവിഷ്കരിക്കാനും നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും കഴിയാതിരുന്നത് LDF-ൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇടതുമുന്നണി യോഗം ചേരാൻ കഴിയാത്തതിൽ കടുത്ത വിമർശനമാണ് CPM-ഉം CPI-യും നേരിട്ടത്. 10 വർഷം തുടർഭരണത്തിലിരുന്ന മുന്നണി ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ യോഗം ചേർന്നിരുന്നില്ല. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPM-CPI തർക്കമാണ് മുന്നണി യോഗം ചേരുന്നതിന് തടസ്സമായിരുന്നത്. ഉപനേതാവിന്റെ കാര്യത്തിൽ തീരുമാനമായ ശേഷം LDF വിളിച്ചാൽ മതിയെന്ന നിലപാടിലായിരുന്നു CPI.
വിട്ടുവീഴ്ചയ്ക്ക് CPM-ഉം തയ്യാറായിരുന്നില്ല. എന്നാൽ യോഗം ചേരാനാകാത്ത പ്രതിസന്ധി മുന്നണിയിൽ ഉടലെടുത്തതോടെ മറ്റു ഘടകകക്ഷികളും അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി. ശക്തമായ പ്രതിപക്ഷമായി സർക്കാരിനെതിരായ സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ പോലും CPM-CPI തർക്കം പല വേളകളിൽ പ്രകടമായിരുന്നു. LDF പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ പോലും കഴിഞ്ഞിരുന്നില്ല. LDF-ന്റെ പ്രതിസന്ധിയെ പരിഹസിച്ച് UDF-ഉം രംഗത്തു വന്നിരുന്നു. നിർണായക വിഷയങ്ങളിൽ പോലും നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുന്നണി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. CPM-ഉം CPI-യും ചർച്ച ചെയ്താണ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയത്. 17-ാം തീയതി വൈകിട്ട് 4 മണിക്ക് AKG സെന്ററിലാണ് LDF-ന്റെ യോഗം ചേരുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഏറ്റവും പുതിയ ഹോം അപ്ലയൻസുകൾ വിപണിയിലെത്തിച്ച് പ്രമുഖ ഗ്ലോബൽ ബ്രാൻഡായ ഹയർ. ഹോം അപ്ലയൻസുകളുടെ ഓൾ ഇന്ത്യ ലോഞ്ച് മൈജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നു. പ്രശസ്ത സിനിമാ താരം സാനിയ അയ്യപ്പൻ ലോഞ്ച് നിർവഹിച്ചു. മൈജിയും ഹയറും ചേർന്ന് ഒട്ടനവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ലൂമിയർ 4-ഡോർ റെഫ്രിജറേറ്റർ, ഇന്ത്യയിലെ ആദ്യത്തെ ടിൽറ്റഡ് ടച്ച് സ്ക്രീൻ സഹിതമുള്ള AI വാഷ് സാങ്കേതികവിദ്യയോടുകൂടിയ F17 വാഷിംഗ് മെഷീൻ, P7 LED ടെലിവിഷൻ സീരീസ് എന്നിങ്ങനെ ഹയറിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളാണ് ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി വിപണിയിലെത്തിയിട്ടുള്ളത്. കോഴിക്കോട് കടവ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം സാനിയ അയ്യപ്പൻ ലോഞ്ചിംഗ് നിർവഹിച്ചു. All right, so we have launched our amazing Haier P7 Pro QLED television and this is the right moment. ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും അവയുടെ ഡിസൈൻ, സാങ്കേതികവിദ്യ, ഫീച്ചറുകൾ എന്നിവ അടുത്തറിയാനുമുള്ള എക്സ്പീരിയൻസ് സോണും സജ്ജീകരിച്ചിട്ടുണ്ട്. ആധുനിക ഇന്ത്യൻ കുടുംബങ്ങളുടെ മാറിവരുന്ന ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നതെന്ന് ഹയർ മാർക്കറ്റിംഗ് അധികൃതർ പറഞ്ഞു. We are very happy to launch 3 premium products today with MyG in Kerala. We have launched our Lumiere series of refrigerators, which is a very premium range of refrigerator in the country. We also launched color televisions, which are mini LEDs, which are very new to the market. മൈജിയിൽ നിന്ന് ഹയറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 30 കോടിയിലധികം രൂപയുടെ മൈജി ഓണം, മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങൾ നേടാനുള്ള അവസരവുമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.